കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപക്ഷെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ് റെജി ലൂക്കോസിന്റെ BJP പ്രവേശനം ഉണ്ടായത്. പലതരത്തിലുള്ള വിശദീകരണങ്ങളും വിമർശനങ്ങളും ഒക്കെ പലതരത്തിൽ ഉയർന്നു വന്നു. UDF ഇത് ആയുധമാക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും റെജി ലൂക്കോസിനോട് ചോദിക്കാം എന്തൊക്കെയാണ് ഈ നീക്കത്തിന് പിന്നിൽ എന്നുള്ളത്. ഈ UDFന്റെ വലിയൊരു ആയുധമായി തെരഞ്ഞെടുപ്പ് കാലത്ത് വരികയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉള്ളൊരു മാറ്റം അതെന്തുകൊണ്ട് സംഭവിച്ചതാണ്? അല്ല, എൻ്റെ മനസ്സിൽ അനിവാര്യമായൊരു മാറ്റം കേരളത്തിന് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. കാരണം കേരളത്തിനെ സംബന്ധിച്ചോളം നമ്മളിപ്പോൾ അനുഭവിക്കുന്നതിനേക്കാളും എത്രയോ ഇരട്ടി വികസനം അനുഭവിക്കാനായിട്ട് ഉള്ള അവസരങ്ങളുള്ള ഒരു നാട്ടിൽ അതിനൊന്നും ഇട നൽകാതെ കണ്ട് വെറും രാഷ്ട്രീയം മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നടത്തുന്ന LDFന്റെയും UDFന്റെയും ഈ ഈ വാക് പോരാട്ടത്തിനോട് ഉള്ള താല്പര്യങ്ങൾ പതിയെ കുറഞ്ഞു വന്നു. നാളുകളിലെ കേരളത്തിൻ്റെ വികസനം മാത്രമാണ് പതിവായിട്ട് ഞാൻ ചാനൽ ചർച്ചകളിലും ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് വലിയ രീതിയിൽ ഞാൻ പ്രതികരിക്കുന്ന ആളാണ്. ഭാഗ്യം കൊണ്ട് അത്യാവശ്യം കുറച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ അമേരിക്കയിലൊരു ചുരുങ്ങിയ കാലയളവ് അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ബോധ്യമാകുന്നത് കേരളം പോലൊരു മനോഹരമായ സ്ഥലം എന്തുകൊണ്ട് ഇതിനോടൊപ്പം വളരുന്നില്ല എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള രാഷ്ട്രീയ കാലാവസ്ഥ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് BJP ആണ്. എസ്പെഷ്യലി ഇപ്പോഴത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജിയും അദ്ദേഹത്തിൻ്റെ മാധ്യമ സമ്മേളനങ്ങളും അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം ബോധ്യവും അദ്ദേഹം സംസാരിക്കുന്ന മുഴുവനും കേരളത്തിനെ ഡെവലപ്പ് ചെയ്യണമെന്നുള്ളതാണ്. അതിനുള്ള പൊട്ടൻഷ്യൽ ഈ നാടിനുണ്ട്. അപ്പോൾ എന്നെ അത് അട്രാക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധപ്രഖ്യാപനം നടത്തി മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല. വരുന്ന തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും കാഴ്ചവെച്ചില്ലെങ്കിൽ, ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഇവിടെ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ കേരളം വരണ്ടു പോകും. കേരളത്തിലേക്ക് നല്ല ഇന്ത്യയിലേക്ക് പോലും ഒരു റിവേഴ്സ് മൈഗ്രേഷൻ ഏതാണ്ട് ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള വിദേശത്ത് നിന്ന് വരുന്ന മലയാളികൾ നമ്മുടെ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യുമ്പോൾ അവരുടെ അവസരങ്ങൾക്ക് ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ ഭരണകൂടങ്ങളുടെയും നമ്മുടെ നെഗറ്റീവായിട്ടുള്ള രാഷ്ട്രീയ ചിന്താഗതികളുടെയും ഒരു സത്യസന്ധമായ ഗതികേടായിരിക്കും. അപ്പോൾ മാറി ചിന്തിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരോടൊപ്പം നാടുകളിലെ നമ്മുടെ യുവാക്കൾക്ക് നമ്മുടെ നാട്ടിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം, അതിന് വിദേശത്തേക്ക് പോകേണ്ട കാര്യമില്ല, ഇവിടെ തന്നെ ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോയി മാതൃകാപരമായ ഒരു സംസ്ഥാനമായി ലോകത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ വികസനം മാത്രം കാഴ്ചവെക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പം സഞ്ചരിച്ചെങ്കിലേ നമുക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. ഈ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ കുറച്ചു കാലമായി ഇപ്പോൾ കേന്ദ്രത്തിന്റെ ദേശീയപാത വികസനത്തിലടക്കം ഒരുപാട് മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ CPM ഒരു പരിധിവരെ വികസനമല്ലേ മുന്നോട്ട് വെക്കുന്നൊരു അജണ്ട? തീർച്ചയായിട്ടും ഞാൻ കേരള സംസ്ഥാന സർക്കാർ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് അത്യാവശ്യം വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോയി എന്ന് അത് ഒരു വസ്തുതാപരമായ കാര്യമാണ്, നമ്മളത് നിഷേധിച്ചിട്ട് കാര്യമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം ആ ചെറിയ ചെറിയ വികസനം ഒന്നുമല്ല ഈ നാടിന് വേണ്ടത്. ഞാൻ വളരെ റിക്വസ്റ്റ് ചെയ്തൊരു കാര്യം പറയാം. നിങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് യാത്ര ചെയ്യൂ. ഞാൻ ഉത്തരേന്ത്യയിലേക്ക് നിരവധി തവണ യാത്ര ചെയ്തിട്ടുണ്ട്. 10-30 വർഷത്തിനിടയ്ക്ക് ഞാൻ പലതവണ യാത്ര ചെയ്തിട്ടുണ്ട്. ആ അന്നത്തെ കാലവും ഇപ്പോഴത്തെ കാലവും ഉത്തരേന്ത്യൻ നാടുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഡെവലപ്മെൻറ്റ്സ്, പ്രത്യേകിച്ച് റോഡിൻ്റെ നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ്സ് ലോകത്തൊരു രാജ്യത്തും ഇത്ര മനോഹരമായ റോഡുകൾ ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഇത്രയ്ക്കും പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുള്ള രാജ്യമായിട്ട് വിവിധ മേഖലകളിൽ ഇന്ത്യയെ വളർത്തിക്കൊണ്ട് വന്നത് 100% ഇതെല്ലാം അനലൈസ് ചെയ്യുന്നൊരു ഏതൊരാൾക്കും ബോധ്യവും നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി
നടത്തിയിരിക്കുന്ന എഫർട്ട്, അദ്ദേഹത്തിന് വേറെ ഒരു സ്വാർത്ഥ താല്പര്യമില്ല. ഈ രാജ്യത്തിനെ മുമ്പോട്ട് കൊണ്ടുവന്നുള്ളതാണ്. ഞാൻ പ്രിയപ്പെട്ട ശ്രീജിത്തിനോട് കാര്യം പറയാം. ഇന്നലെ ഞാൻ BJP ചേരുന്നത് ഇതൊക്കെ ഒരു ഘടകമാണ്. അതിനുശേഷം വന്ന് എൻ്റെ ഫോൺ കോൾ വേണമെങ്കിൽ ഈ ഫോൺ കൈ തരാൻ ചെക്ക് ചെയ്തോളൂ. എനിക്ക് ഏറ്റവും കൂടുതൽ കോൾ വന്നത് വിദേശ രാജ്യങ്ങളാണ്. കാരണം ഞാൻ അവിടെയൊക്കെ യാത്ര ചെയ്യാറുള്ളതുകൊണ്ടായിരിക്കും. എൻ്റെ സുഹൃത്തുക്കൾ ഒക്കെ നിരവധിയുണ്ട്. അമേരിക്ക, അതുപോലെ തന്നെ കാനഡ, ഈ പറയുന്ന ഓസ്ട്രേലിയ, പിന്നെ ന്യൂസിലൻഡ്, അങ്ങനെയുള്ള രാജ്യം, ഗൾഫിൽ നിന്നൊക്കെ എനിക്ക് അനേകം കോൾ വന്നു. പലരും എന്നെ അസഭ്യം പറയാൻ വിളിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ ഫോൺ എടുത്തപ്പോൾ എൻ്റെ സുഹൃത്തുക്കളും വണ്ടിയിലിരിക്കുക. ഈ വിളിച്ച മുഴുവൻ ആളുകളും അതിനകത്ത് എല്ലാ വിവിധ രാഷ്ട്രീയ കക്ഷികളും വിശ്വസിക്കുന്നുണ്ട്. ഒരാൾ പോലും ഇല്ലാതെ കൊണ്ട് മുഴുവൻ ആളുകൾ എന്നെ പിന്തുണയ്ക്കുകയത്. റെജിയേട്ടനെടുത്ത നിലപാട് വളരെ കറക്റ്റാണ്. തന്നെയുമല്ല, ഞാൻ പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഞാൻ ഒരു സ്ഥാനവും വഹിച്ചിട്ടില്ല. ഞാൻ മെമ്പറാണ്, 7 വർഷം മെമ്പറാണ്. കുറുമള്ളൂർ എന്ന് പറയുന്ന കോട്ടയം ജില്ലയിലെ ബ്രാഞ്ചിലെ മെമ്പറായിരുന്നു മിനിഞ്ഞാന്ന് വരെ. ഞാൻ ഈ കഴിഞ്ഞതിന് മുമ്പിലത്തെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പാർട്ടി സമ്മേളനത്തോടനുബന്ധിച്ചുള്ള കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ ഞാനൊരു പ്രതിനിധിയായിരുന്നു. 2021 ശേഷം പ്രതിനിധിയായോ? 2021 ഞാൻ കോട്ടയം ജില്ലാ സമ്മേളന പ്രതിനിധിയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ തൊട്ട് മുമ്പ് നടന്ന ഈ പറഞ്ഞ സമ്മേളനത്തിൽ ഞാൻ ഏരിയ സമ്മേളന പ്രതിനിധിയായിരുന്നു കടുത്തുരുത്തി. അപ്പൊ ഞാൻ ശേഷവും മെമ്പർഷിപ്പ് പുതുക്കിയിരുന്നു, അല്ലാതെ സ്കൂട്ടനി നടക്കാതെ അത് ഒഴിവായി പോവുകയൊന്നും ചെയ്തിട്ടില്ല. ഇതുവരെ ഒഴിവായി പോയിട്ടില്ല. ഇപ്പം മെമ്പർഷിപ്പ് സ്കൂട്ടനി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ പോകുന്നതുകൊണ്ട് ഇനി പുതുക്കാൻ പറ്റത്തില്ല. അതുവരെ ഞാൻ ആ പാർട്ടി മെമ്പറാണ്. ഒരു ബന്ധമില്ല എന്നാണ് CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. എന്താണ് അത് എങ്ങനെ പറഞ്ഞത് എനിക്കറിയത്തില്ല. കാരണം വെച്ചാൽ ഞാൻ ഒരു ബന്ധവും ഇല്ലെന്നുകൊണ്ട് എങ്ങനെയാണ് ഈ പാർട്ടിയുടെ ജില്ലാ സമ്മേളന പ്രതിനിധിയാകുന്നത്? എത്രയോ മാധ്യമങ്ങൾ കണ്ടു, അവിടെ ഇരുന്ന് വന്നിരിക്കുന്ന നേതാക്കന്മാർ കണ്ടു. കഴിഞ്ഞ തവണത്തെ ഏരിയ സമ്മേളനത്തിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെയാണ് ഒരു ബന്ധമില്ലെന്നാണ്. പക്ഷേ അവർക്ക് അങ്ങനെ എന്നെ ഒരു ബന്ധമില്ലെന്നുള്ള രീതിയിൽ അവഗണിക്കാനായിട്ട് അവർ നിർബന്ധിതരായിരിക്കും. ഞാൻ പാർട്ടിയിൽ നിന്ന് പോകുന്നതിന് ശേഷം പാർട്ടി കുറ്റപ്പെടുത്താനായിട്ടോ ആ പാർട്ടിയെ മോശമായിട്ട് സംസാരിക്കുന്നത് എനിക്ക് താല്പര്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഞാനെന്നുള്ള വ്യക്തിയുടെ മനസ്സിൽ വന്ന ഈ ഡെവലപ്മെന്റ് ആശയം കേരളം വികസിച്ചേ പറ്റും. നമ്മളെപ്പോലുള്ളവർക്ക് ഇവിടെ വഴി നടക്കണം. നമ്മുടെ കുട്ടികൾക്ക് വരും തലമുറയ്ക്ക് കേരളത്തിൽ വന്ന് ജീവിക്കണം. കേരളത്തിന് അതിനുള്ള പൊട്ടൻഷ്യലുണ്ട്. ശ്രീജിത്ത് മനസ്സിലാക്കുക, ലോകത്തിൽ എവിടെയൊക്കെ യാത്ര ചെയ്ത ആള് ഒരു ടൂറിസത്തിന്റെ കാര്യത്തിൽ ആ രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ 100-1 കേരളം പോയിട്ടില്ല. എന്നാൽ നമ്മുടെ നാടിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് ഡിബേറ്റിലും ഒത്തിരി ലേഖനങ്ങളും ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ അറിയാമല്ലോ, ഞാൻ കോളമിസ്റ്റാണെന്നല്ലോ. ഞാൻ അമേരിക്കൻ മാധ്യമങ്ങളിൽ 20 വർഷം കോളം ചെയ്ത ഒരാളാണ്. അമേരിക്കൻ ഉണ്ടെന്നില്ല. ഇപ്പൊ പിന്നെ അവിടെ ഇപ്പൊ ഈ എഴുത്തിനോട് അത്ര താല്പര്യത്തിന് ആവശ്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ കേരളത്തിന്റെ ബാക്ക്വാട്ടേഴ്സും കേരളത്തിന്റെ ഇടങ്ങളും കേരളത്തിന്റെ മലനിരകളും സത്യം പറയുന്നത് ഇതുപോലുള്ളൊരു സംഗമഭൂമി ഈ ലോകത്തിൽ എവിടെയില്ല. നിങ്ങൾ വേറെ ഏത് രാജ്യത്ത് പോയാലും അതിന് ആ പ്രകൃതിക്ക് ഒരു യൂണിഫോമിറ്റി ഉണ്ട്. നമ്മുടേത് ബ്ലസ്ഡ് നാടാ. 100% പോലും അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ഇതുവരെ ഒരു ഗവൺമെന്റ് സാധിച്ചിട്ടില്ല. അത് മാത്രം മതി. ഗ്രാമീണ മേഖലകളിലെ ടൂറിസം വികസിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലെ സ്ത്രീകൾക്കും ആ നാട്ടിലെ ജനങ്ങൾക്കും വരുന്ന വളർച്ച എന്ന് പറഞ്ഞാൽ അത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റത്തില്ല. അവരുടെ സംസ്കാരം വളരും, അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കപ്പെടും, അവരുടെ പെട്ടികളിൽ പണം നിറയും. നമ്മുടെ മനോഹരമായ നാടിനെ കുറിച്ച് ലോകം വാഴ്ത്തിപ്പാടും. എത്രയോ വർഷങ്ങൾ, പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ലോകത്തിന്റെ നെറുകയിലെത്തേണ്ടതാണ് കേരളം. ഇത്രയും നാളും ഭരിച്ച ഇവിടുത്തെ ഒരു ഗവൺമെന്റിനും ഒരു സർക്കാരിനും കേരളത്തിനെ ഏറ്റവും സുന്ദരമായി ലോകത്തിന് മുമ്പിൽ മാർക്കറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ വികസിത കേരളം എന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു മുദ്രാവാക്യമാണ് താങ്കളെ പ്രധാനമായും ആകർഷിച്ചത് ഒരു ഘടകം, അല്ലേ? 101% ശ്രീജിത്തിന് മനസ്സിലായ ഒരുപക്ഷെ എന്നെ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ഞാൻ ഈ ഡിബേറ്റുകളിലും എൻ്റെ ലേഖനങ്ങളിലൊക്കെ ഡെവലപ്മെന്റ്സിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അതൊക്കെ നമ്മൾ കണ്ടതാ പല സ്ഥലത്തുകളും പോയി. ഞാൻ രാജീവ് ചന്ദ്രശേഖർജിയുടെ അദ്ദേഹത്തിന്റെ ഓരോ പത്രസമ്മേളനത്തിൽ ഈ ഡെവലപ്മെന്റാണ് പറഞ്ഞത്. ഈ നാട്ടിൽ അതിനുള്ള അവസരമുണ്ട്. നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് കേരളത്തിനെ വളർത്തണം എന്നുള്ള ചിന്തയോടൊപ്പം സഞ്ചരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. അത് കൂടാതെ കണ്ട് ഈ രാജ്യത്തിന് വന്ന ഡെവലപ്മെന്റ് ആരും മാറുന്ന കാണാൻ പറ്റില്ല. നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തിനെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചതിന്റെ ആ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് ആ പാർട്ടിയെ ഇവിടെ ആരും അംഗീകരിക്കരുതെന്നുള്ള കുബുദ്ധി കൊണ്ടാണ്. പക്ഷേ ഇവരെന്താ പറഞ്ഞാലും കേരളത്തിലെ വളർന്നു വരുന്ന തലമുറ നമ്മളെപ്പോലുള്ളവരൊക്കെ അത് സത്യസന്ധമാണെന്നും ആ വികസനമാണ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്നതെന്നും അത് ലോകത്തിലെ മാതൃകയാണെന്നുള്ളത് തെളിഞ്ഞു വരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.